അപ്പോൾ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവുകയാണ്, പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്. ഇതാണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ ഫ്ലൂയിഡ് പ്രഷർ എന്നുള്ള ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മറ്റേ ഫസ്റ്റ് ചാപ്റ്ററും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, സോ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ എന്നുള്ള ചാപ്റ്റർ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ അറ്റ് എ പോയിൻ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളൊരു ബോഡി അല്ലെങ്കിൽ ഒരു മാസ് എന്താണ്, നമ്മുടെ ഒരു ബോഡി ഞാനിങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഒരു മാസുള്ള ഒരു ബോഡിയാണെന്ന് ചോദിക്കുക. ഓക്കെ, ഇതിൽ പ്രഷർ ഉണ്ടാവാൻ കാരണം എന്താണ്? ഈ ഒരു ബോഡിക്ക് ചുറ്റും എന്തുണ്ടാവും? എയർ ഉണ്ടാവും. ഈ എയർ ഈ ഒരു ബോഡിയിലേക്ക് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ ഈസ് ഡ്യൂ ടു മാസ് ഓഫ് എയർ എറൗണ്ട് എ ബോഡി. ഓക്കെ, സോ പ്രഷർ ഈസ് ഡ്യൂ ടു മാസ് ഓഫ് എയർ എറൗണ്ട് എ ബോഡി. ദെൻ ഈ പ്രഷർ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അതായത് ഞാൻ ഇങ്ങനെ ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള എയർ എന്ന് പറയുന്നത് ഇതിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ? എല്ലാ ഭാഗത്തു നിന്നും ഇതിലേക്കൊരു ഫോഴ്സ് വരും. സോ ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കംപ്രസീവ് ഇൻ നേച്ചർ. ഇതെന്താണ്? കംപ്രസീവ് ആണ്. സോ ഈ കംപ്രസീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ എക്സ്റ്റേണൽ കംപ്രസീവ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഫ്ലൂയിഡ് പ്രഷർ അറ്റ് എ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ എന്താണ് പറയുന്നത്? പ്രഷർ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം, ഫോഴ്സ് ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? സോറി, നമ്മുടെ ആ ഒരു ഡെഫിനേഷനിൽ നിന്നും നമുക്ക് എന്താണ് കിട്ടുന്നത്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫോഴ്സ് എന്ത് കിട്ടും? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി യൂണിറ്റ് ഓഫ് പ്രഷർ, നമുക്ക് പ്രഷറിൻ്റെ പല യൂണിറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നമ്മൾ പ്രോബ്ലംസിലൊക്കെ കൂടുതലും വരുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള ഈ യൂണിറ്റാണ്. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പാസ്കലാണ്. അതായത് 1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈസ് കോൾഡ് 1 പാസ്കൽ. അത് മറക്കരുത് കേട്ടോ, എപ്പോഴും യൂണിറ്റ് കൺവെർഷനൊക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് പ്രഷറിനെ എങ്ങനെയൊക്കെ യൂണിറ്റ് കൊടുക്കാം? അറ്റ്മോസ്ഫിയർ, ബാറ്, മില്ലിമീറ്റർ ഓഫ് HG, മീറ്റർ ഓഫ് വാട്ടർ, ടോറ്, PSI. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂണിറ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രഷർ യൂണിറ്റ്സ് റെപ്രസെൻറ്റ്സ് ലീസ്റ്റ് പ്രഷർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മില്ലി ബാർ തന്നിട്ടുണ്ട്, of മെർക്കുറി, അങ്ങനെ പല യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. ഇതിലേതാണ് ലീസ്റ്റ് പ്രഷറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രഷറിനെ എല്ലാം എന്ത് ചെയ്യണം? ഒരു യൂണിറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ SI യൂണിറ്റിലേക്ക് കൊണ്ടുവരാം. അത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ള യൂണിറ്റിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ മില്ലി ബാർ തന്നെ എടുക്കാം. ഒരു മില്ലി ബാർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 10⁻³ ബാറാണ്. ഓക്കെ, 1 മില്ലി ബാർ ഇസ് ഈക്വൽ ടു 10⁻³ ബാറാണ്. ഇനി 1 ബാർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് കൺവേർഷൻസ് അറിഞ്ഞിരിക്കുക. 1 ബാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മില്ലി ബാർ എന്തായിരിക്കും? 1 മില്ലി ബാർ എന്ന് പറഞ്ഞാൽ 10⁻³ ബാർ. സോ 10⁻³ ഇൻറ്റു 10⁵ ചെയ്യുമ്പോൾ നമുക്ക് 100 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 കിട്ടി, മില്ലി ബാറിൻ്റെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? of മെർക്കുറി അതിനെ മാറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ട ഒരു ഇതെന്ന് പറയുന്നത് യൂണിറ്റ് കൺവെൻഷൻ അറിഞ്ഞിരിക്കണമെങ്കിൽ 1 മീറ്റർ ഓഫ് HG എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വാലൻ ടു 13.6 മീറ്റർ ഓഫ് വാട്ടർ. ഓക്കെ, ഈ 13.6 എന്താണ്? നമ്മുടെ HGയുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ്. സോ 1 മീറ്റർ ഓഫ് HG എന്ന് പറയുന്നത് വാട്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ 13.6 മീറ്റർ ആണ്. അതായത് അപ്പോൾ ഞാനൊരു പൈപ്പാണെന്ന് വയ്ക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു പീസോമീറ്റർ വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ പ്രഷർ നോക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ പീസോമീറ്ററിലുണ്ടായിരുന്നത് ഇപ്പോൾ HG ആണെന്ന് വയ്ക്കുക. ഓക്കെ, മെർക്കുറിയാണ്. മെർക്കുറിയുടെ ലെവൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എന്തോ കണ്ടുപിടിക്കുന്നത്. പീസോമീറ്റർ അല്ല, ഒരു YouTube മാനോമീറ്ററോ എന്താണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ അതിൽ HG ആണ് ഉണ്ടായിരുന്നത്. സോ അതിൽ ആദ്യം ആ ഒരു ലെവൽ കാണിച്ചത് 1 മീറ്റർ ആയിരുന്നു. ഓക്കെ, സപ്പോസ് ഞാൻ അതിന് പകരം ഒരു വാട്ടറാണ് നമ്മൾ എടുക്കുന്നത്. ഈ ട്യൂബിനകത്ത് വാട്ടറാണ്. സോ വാട്ടറിൻ്റെ ലെവൽ അതേ നേരം കാണിക്കുന്നത് 13.6 മീറ്റർ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഞാൻ HG ആണ് മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് എടുക്കുന്നതെങ്കിൽ അവിടെ 1 മീറ്റർ ആയിരിക്കും കാണിക്കുന്നതെങ്കിൽ, അതേസമയം ഞാൻ വാട്ടറാണ് മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് എടുക്കുന്നതെങ്കിൽ അവിടെ എത്ര മീറ്റർ കാണിക്കും? 13.6 മീറ്റർ കാണിക്കും. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. 1 മീറ്റർ ഓഫ് HG എന്ന് പറയുന്നത് ഈക്വൽ ടു 13.6 മീറ്റർ ഓഫ് വാട്ടർ. ഇതിൽ നിന്ന് 1 മീറ്ററിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 1 of HG.
അതിനെന്ത് ചെയ്യണം, അതായത് 1 mm എന്ന് പറയുന്നത് 10⁻³ മീറ്റർ ഓഫ് HG ആണ്. സോ 10⁻³ ഇൻറ്റു 13.6 എന്ന് എഴുതാമല്ലോ. അത്രയും മീറ്റർ ഓഫ് വാട്ടർ ആണ്. ഓക്കെ, സോ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, Nm/m²ലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു 9810, അതായത് നമ്മുടെ വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, Nm/m² വാല്യൂ കിട്ടും. അപ്പോൾ 133.416 Nm/m². അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് പ്രഷറാണ്. സോ ഇത് രണ്ടിനെയും വെച്ച് നോക്കുമ്പോൾ മില്ലി ബാറാണ് ലീസ്റ്റ് പ്രഷർ. ഇനിയും ഉണ്ടല്ലോ Nm/mm². 1 Nm/mm² എന്ന് പറയുന്നത് 10⁻6 Nm/m² ഈക്വലാണ്. അതായത് എമ്മിൻ്റെ മീറ്ററിലോട്ടാക്കാൻ എന്ത് ചെയ്യണം, 10⁻³ ആണ്. സോ mm² ആകുമ്പോൾ എന്ത് വരും, 10⁻³ ഹോൾ² എന്ന് വരും. അത് താഴെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. സോ ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ 10⁻6 Nm/m² എന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് kgf/cm². 1 kgf എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു 9.81 Newton ആണ്. സോ 1 kgf/cm²നെ 9.81 Newton ഡിവൈഡ് ബൈ cm²നെ മീറ്റർ² ആക്കാനായിട്ട് 10⁻⁻4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് കിട്ടും, 98.1 ഇൻറ്റു 10⁻³ Nm/m². സോ നമ്മൾ ഇത് എല്ലാം വെച്ച് കൺവെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏതാ ഏറ്റവും ലീസ്റ്റ് വാല്യൂ കിട്ടുന്നത് 100 Nm/m², ദാറ്റ് ഈസ് മില്ലി ബാർ. ഓക്കെ, അത് നോക്കാം. എ ക്യൂബിക്കൽ ടാങ്ക് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഓക്കെ, ഒരു ക്യൂബിക്കൽ ടാങ്ക് ഉണ്ട്, അതിലെന്താണ് വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇഫ് സൈഡ് ഓഫ് ദ ടാങ്ക് ഈസ് 1 meter, പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ദ ടാങ്ക് വിൽ ബി. ഓക്കെ, അപ്പോൾ സൈഡ് തന്നിട്ടുണ്ട്, പ്രഷറാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്താ, ഒരു ക്യൂബിക്കൽ ടാങ്ക് തന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്യൂബിക്കൽ ടാങ്ക്. ഓക്കെ, അപ്പോൾ ഈ ക്യൂബിക്കൽ ടാങ്കിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 1 meter ആണ്. അപ്പോൾ എല്ലാ സൈഡും എന്ത് തന്നെയാണ്, 1 meter തന്നെയാണ്. ഇനി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ദ ടാങ്ക് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രഷർ ഓൺ ദ ബേസ് ഓഫ് ദ ടാങ്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ എന്തില്ല യൂണിറ്റ് എല്ലാം തന്നിരിക്കുന്നത് കിലോഗ്രാമിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ കിലോഗ്രാമിൽ ചോദിക്കുമ്പോൾ നമ്മളവിടെ പ്രഷർ അറ്റ് ദ ബേസ് ഓഫ്, നമുക്ക് എങ്ങനെ എഴുതാം, പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് ദ ടാങ്ക് ഈക്വൽ ടു മാസ് ഓഫ് വാട്ടർ എന്ന് എഴുതി കൂടെ എത്രമാത്രം മാസാണ് അവിടെ, അതായത് എത്രമാത്രം മാസിലുള്ള വാട്ടറാണ് ഇവിടെ റീറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതിനാണ് ഇക്വാലൻറ്റ്. അത് നമ്മൾ എന്ത് വെച്ചിട്ടാണ് പറഞ്ഞ്, ഈ യൂണിറ്റ് നമുക്ക് വേണ്ട യൂണിറ്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ അതിൽ നിന്ന് മാസ് എന്ത് കിട്ടും, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ വോളിയം ഓഫ് വാട്ടർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. വോളിയം എത്രയാണ്, നമ്മുടെ 1 meter സൈഡിലുള്ള ക്യൂബിക്കൽ ടാങ്കാണ്. സോ 1 × 1 × 1. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്, 1000 ആണ്. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1000 കിലോഗ്രാം എന്ന് കിട്ടും. ആൻസർ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പാസ്കൽസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ പാസ്കൽസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുക്കണം. ഓക്കെ, ഇതുവരെ വാട്ടർ ഉണ്ടെന്ന് ചോദിക്കുക. ഇവിടെ ഞാനൊരു പോയിൻ്റ് എടുത്തു. ഈ പോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ മുകളിൽ നിന്നും ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ആ മുകളിലേക്ക് ഒരു പ്രഷർ ഉണ്ടാവും. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് ഏത് ഡയറക്ഷൻ എടുത്താലും അവിടേക്ക് എന്തുണ്ടാവും, ഒരു പ്രഷർ ഉണ്ടായിരിക്കും. പാസ്കൽസ് ലോ പറയുന്നത് വെച്ചാൽ നമ്മൾ ഏത് ഡയറക്ഷനിൽ പ്രഷർ എടുത്താലും അവിടെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലും എന്താണ് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ഡയറക്ഷനിലുള്ളതിനെ, സപ്പോസ് ഈ ഡയറക്ഷനിലുള്ള പ്രഷർ P1, ഈ ഡയറക്ഷനിലുള്ള പ്രഷർ P2, ഇത് P3 ആൻഡ് ദിസ് ഈസ് P4. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്കൽസ് ലോ പറയുന്നത് ദിസ് P1 ഈക്വൽ ടു P2 ഈക്വൽ ടു P3 ഈക്വൽ ടു P4 എന്നാണ്. അതായത് നമ്മൾ ഏത് ഡയറക്ഷനിലും ഒരു പോയിന്റിൽ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണെങ്കിലും അവിടെ എന്താണ്, പ്രഷർ ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാസ്കൽസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ ഓർ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിൻ്റ് ഇൻ എ സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും എങ്ങനെയാണ്, ഫ്ലൂയിഡിൽ ഒരു സ്റ്റാറ്റിക് പോയിൻ്റ് അറ്റ് ഒരു പോയിൻ്റിൽ സ്റ്റാറ്റിക്കായിട്ടിരിക്കുന്ന ഒരു ഫ്ലൂയിഡിൽ നമ്മൾ ഒരു പോയിൻറ്റിലെ പ്രഷർ ഇൻറ്റൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ ഡയറക്ഷനിലും എന്താണ്, ഈക്വലാണ്. ദെൻ അടുത്തെന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത്, വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഒരു സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളത് അല്ലേ. അവിടെ എന്തോ പറഞ്ഞ്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ഷിയർ സ്ട്രെസ് 0 എന്ന് പറഞ്ഞാൽ അവിടെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കണം. സോ വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ഫ്ലൂയിഡിൽ എന്തില്ല, വിസ്കോസിറ്റിക്ക് ഒരു എഫക്റ്റും ഇല്ല. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അവിടെ
അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ, വിസ്കോസിറ്റി വരത്തുള്ളൂ. സോ ഐഡിയൽ ആൻഡ് റിയൽ ഫ്ലൂയിഡ്സ് ബിഹേവ് ഇൻ എ സിമിലർ മാനർ. അപ്പോൾ അറ്റ് റെസ്റ്റ് കണ്ടീഷനിലിരിക്കുമ്പോൾ ഐഡിയൽ ഫ്ലൂയിഡും റിയൽ ഫ്ലൂയിഡും ഒരേ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, ബിഹേവ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമെന്ന് വയ്ക്കുക. ഓക്കെ, നമ്മുടെ ഫ്ലൂയിഡ് മോഷനിലാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഒരു ഷിയർ സ്ട്രെസ്സ് വരുമല്ലോ. സോ ഷിയർ സ്ട്രെസ്സ് വരുന്നത് കൊണ്ട് തന്നെ അതിനകത്തേക്ക് വരുന്ന നോർമൽ സ്ട്രെസ്സസ് ആർ നോ ലോങ്ങർ സെയിം ഇൻ ഓൾ ഡയറക്ഷൻ അറ്റ് എ പോയിന്റ് ഓഫ് റിയൽ ഫ്ലൂയിഡ്. അപ്പോൾ ഒരു റിയൽ ഫ്ലൂയിഡിലാണെങ്കിൽ ഷിയർ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ഡയറക്ഷനിലും പ്രഷർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ അങ്ങനെ ഒരു കണ്ടീഷൻ പറഞ്ഞത് ഏതിനാണ്, സ്റ്റാറ്റിക് ഫ്ലൂയിഡിൻ്റെ കേസിലാണ്. പക്ഷേ നമുക്കൊരു ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, if the fluid is in motion, fluid is ideal, then no shear stresses, hence the pressure at any point is same in all direction. അപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഏതാണ്, ഒരു റിയൽ ഫ്ലൂയിഡിൻ്റെ കേസാണ്. റിയൽ ഫ്ലൂയിഡ് ഒഴുകിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിൽ നമ്മൾ പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാ ഡയറക്ഷനിലും ഈക്വൽ ആവണമെന്ന് ഇല്ല. എന്നാൽ ഇവിടെ പറയുന്ന ഒരു ഐഡിയൽ ഫ്ലൂയിഡാണ്. ഐഡിയൽ ഫ്ലൂയിഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് ഐഡിയൽ ഫ്ലൂയിഡിനാണ് എന്തില്ല, ഷിയർ സ്ട്രെസ് ഇല്ലാത്ത ഫ്ലൂയിഡിനാണ് നമ്മൾ ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ഐഡിയൽ ഫ്ലൂയിഡ് ഇപ്പോൾ ഫ്ലോ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രഷർ അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മുടെ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ക്രെയിൻ, ഇവിടെയൊക്കെയാണ് നമ്മുടെ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ അസംഷൻ എടുക്കുന്നില്ല, പ്രഷർ വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പോയിന്റിൽ, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താലും ഈ ഒരു പോയിന്റിലെടുത്താൽ പ്രഷർ സെയിം ആയിരിക്കുമോ? ഇല്ല. ഈ ഹൈറ്റ് കൂടുന്ന, അതായത് നമ്മുടെ ടോപ്പ് വാട്ടർ സർഫസിൽ നിന്നും താഴേക്ക് വരുന്തോറും അവിടെ എന്താണ് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത് കൂടുന്തോറും അവിടെ പ്രഷറിൽ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഈ പാസ്കൽസ് ലോയിലെ അസംഷൻ എന്ന് പറയുന്നത് പ്രഷർ വേരിയേഷൻ ഡ്യൂ ടു ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്തേക്കണം, നെഗ്ലക്റ്റ് ചെയ്തേക്കണം. അങ്ങനെ അതാണോ ശരിക്കും കണ്ടീഷൻ? അല്ല. ദെൻ ആൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അപ്പോൾ പാസ്കൽസ് ലോയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ. അപ്പോൾ നമുക്കത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് 30 cm ഡയമീറ്റർ ആൻഡ് എ പ്ലഞ്ചർ ഓഫ് 4.5 cm diameter. What is the weight lifted by hydraulic press when force applied to the plunger is 500 Newton എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഹൈഡ്രോളിക് പ്രസ്സാണ്. അപ്പോൾ ഹൈഡ്രോളിക് പ്രസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതാ ഇങ്ങനെ വരുന്നതാണ് ഒരു അതായത് ഹൈഡ്രോളിക് പ്രസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ആയിട്ട് നമ്മളൊരു റാം കൊടുക്കും. ഓക്കെ, അതായത് നമ്മൾ എന്തിനാണോ നമുക്ക് ലിഫ്റ്റ് ചെയ്യേണ്ടത് ആ സാധനം വയ്ക്കുന്നത് ഈ റാമിൻ്റെ പുറത്താണ്. ഇതാണ് എൻ്റെ വെയിറ്റ് W. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ട് പ്ലഞ്ചർ കൊടുക്കും. ഓക്കെ, ഇതെന്താണ്, നമ്മുടെ പ്ലഞ്ചറാണ്. ഈ പ്ലഞ്ചറിലേക്കാണ് നമ്മൾ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എഫ് എന്നുള്ള ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് വെച്ചാൽ ഈ കുറഞ്ഞ ഏരിയയിൽ നമ്മൾ ഇത്രയും വലിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് അതിനേക്കാളും വലിയൊരു വെയിറ്റിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്തെന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് പ്രസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എന്താണ് കാറൊക്കെ നമുക്കിങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ പ്ലഞ്ചർ വഴി ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഫോഴ്സ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഈ റാമിലിരിക്കുന്ന വെയിറ്റ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഹൈഡ്രോളിക് പ്രസ്സിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ഉണ്ടാവും, ഒരു അപ്വേർഡ് ഫോഴ്സ് ഉണ്ടാവും. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പറഞ്ഞ കണ്ടീഷൻ എന്താണ്, നമ്മൾ പ്രഷർ അറ്റ് എനി പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ എന്നാണ് പാസ്കൽസ് ലോയിൽ പറഞ്ഞത്. അപ്പം ഞാൻ ഈ ഒരു പോയിന്റിൽ പ്രഷർ എടുത്താലും ഈ ഒരു പോയിന്റും രണ്ടും എന്താണ്, സെയിം ലെവലിലാണ്. സോ നമുക്ക് അവിടെ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ പ്രഷർ നമ്മൾ എത്രയാണോ പ്ലഞ്ചറിൽ അപ്ലൈ ചെയ്യുന്നത്, ഇറ്റ് വിൽ ബി ഈക്വൽ ടു പ്രഷർ എക്സർട്ടഡ് ഓൺ ദ റാം. അപ്പോൾ പ്ലഞ്ചറിൽ ഞാൻ എത്ര പ്രഷർ കൊടുക്കുന്നു, അത് ഇവിടെ എഫ് എന്നുള്ള ഫോഴ്സ് കാരണം പ്ലഞ്ചറിൽ എത്ര പ്രഷർ വരുന്നു അതെന്ന് പറഞ്ഞത് അത്രയും ഈക്വൽ തന്നെയായിരിക്കും ഇവിടെ റാമിൽ എക്സേർട്ട് ആവുന്ന പ്രഷർ. ഓക്കെ, അതാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രഷർ സെയിം ആണ്. പ്രഷർ ഇസ് ഈക്വൽ ടു എന്താണ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. അപ്പോൾ പ്രഷർ സെയിം ആവുന്ന സമയത്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, നമ്മുടെ ഈ പ്ലഞ്ചറിൽ വരുന്നതാണ് ഇപ്പോൾ
പ്ലഞ്ചറിൽ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് F1 ആണെന്ന് വയ്ക്കുക. ഓക്കെ, അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1ഉം ഈ റാമിൻ്റെ ഇവിടെ വരുന്ന ഫോഴ്സ് F2ഉം അവിടുത്തെ ഏരിയ A2 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാം F1/A1 ഈസ് ഈക്വൽ ടു F2/A2 എന്ന് എഴുതാമല്ലോ. ദെൻ F1/A1 എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പ്ലഞ്ചറിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. എത്രയാണ് ഡയമീറ്റർ? അതിൻ്റെ പ്ലഞ്ചറിൻ്റെ ഡയമീറ്റർ വന്നിരിക്കുന്നത് 4.5 സെൻറ്റിമീറ്ററാണ്. സോ π/4 d² ചെയ്യുക. അപ്പോൾ π/4 ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് പ്ലഞ്ചറിൻ്റെ d1² എന്നും നമ്മുടെ റാമിൻ്റെ അവിടെയുള്ള ഡയമീറ്ററിന് d2² എന്നും കൊടുക്കണം. സോ ഇതിൽ നിന്ന് നമുക്ക് എഴുതാമല്ലോ എന്താണ് F1/F2 എന്ന് പറയുന്നത് ഈക്വൽ ടു d1²/d2² എന്ന് എഴുതി കൂടെ. ഇതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടെ 500 ന്യൂട്ടൺ ലോഡ് നമ്മൾ പ്ലഞ്ചറിൽ കൊടുക്കുന്ന സമയത്ത് എത്ര വെയിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രോളിക് പ്രസ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? F2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ F2 ഈസ് ഈക്വൽ ടു എന്ത് വരും? F1 × d2² ഡിവൈഡഡ് ബൈ d1² എന്ന് വരും. പിന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമുള്ളൂ. F1 എത്രയാണ്? 500 ന്യൂട്ടൺ ആണ്. d2² എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ എന്ന് പറയുന്നുണ്ട്. സോ അതിനെല്ലാം കൂടി നമ്മൾ ഒരു യൂണിറ്റിലോട്ട് ആക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം 30² ഡിവൈഡ് ബൈ 4.5² നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, കാരണം 2 സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. സോ ആൻസർ നമുക്ക് വരുന്നത് 22 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് റാമിൻ്റെ ഡയമീറ്റർ ആയിരുന്നു തന്നിരുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ റാമും സ്ക്വയർ പ്ലഞ്ചറുമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ഹൈഡ്രോളിക് പ്രസ് ഹാസ് എ റാം ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 30/30 സെൻറ്റിമീറ്റർ ആൻഡ് എ പ്ലഞ്ചർ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ 4/4 സെൻറ്റിമീറ്റർ as shown in figure. Find the force F required to lift the weight W equal to 30 kN. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ ഫോഴ്സ് F ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര വെയിറ്റ് വരെ നമുക്കിവിടെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ 30 കിലോ ന്യൂട്ടൺ ഒരു വെയിറ്റ് ഇരിപ്പുണ്ട്, അത് ലിഫ്റ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ എത്ര ഫോഴ്സ് കൊടുക്കണം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ്. പ്രഷർ അപ്ലൈഡ് അറ്റ് പ്ലഞ്ചർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പ്രഷർ എക്സെർട്ടഡ് ഓൺ ദ റാമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. സോ F1/A1 ഈസ് ഈക്വൽ ടു F2/A2. അപ്പോൾ ഇതിനാണ് നമ്മൾ F1/A1. ഓക്കെ, ഇവിടെ വരുന്നത് F2/A2. സോറി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? F1 കിട്ടും. ഓക്കെ.